മിനറൽ വാട്ടർ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റിലേക്ക് പോയി വന്നിട്ടുണ്ട് അത്. ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ ഓക്കെ. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളെന്നുള്ളത് എലന്തിക്കര തന്നെയാണ്. ഒരു വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പോയാണ്. ഒരു 9 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു RO വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഐബ്ലൂന്റെ RO വാട്ടർ പ്യൂരിഫയർ തന്നെയാണ്. അപ്പൊ നമ്മുടെ എളന്തിക്കര വാട്ടർ ടാങ്ക്, പഴയ വാട്ടർ ടാങ്കിന്റെ അടുത്താണ് നമ്മുടെ സൈറ്റ്. മിസ്റ്റർ ജോബി ബ്രോയുടെ വീട്ടിലാണ് നമ്മളുടെ ഫിക്സിങ്. അപ്പോ നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോവാം. എന്നിട്ട് നേരെ നമ്മുടെ വർക്ക് നമുക്ക് അവിടെ പോയിട്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വെൽമോഡ് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇവിടുത്തെ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ പൈപ്പ് വെള്ളമാണ്. PWDയുടെ നമ്മുടെ സാധാരണ പൈപ്പ് വെള്ളം. അപ്പൊ അതിനകത്ത് നല്ല രീതിയിൽ ക്ലോറിനും ഉണ്ട്, അയൺ കണ്ടന്റും ഉണ്ട്. അപ്പൊ അതിനെ ശുദ്ധീകരിക്കുക എന്നാണ് മെയിൻ ആയിട്ടുള്ള ടാസ്ക്. അഡീഷണൽ ആയിട്ട് പ്രീ ഫിൽറ്റേഴ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു സെഡിമെന്റ് ഫിൽറ്റർ 5 മൈക്രോന്റെ, അതുകൂടാണ്ട് അയൺ റിമൂവറും ഒരു ഡീക്ലോറിനേഷൻ ഫിൽറ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട് പുറത്ത്. ഇങ്ങനെ 3 ഫിൽട്രേഷൻ സിസ്റ്റം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും നമ്മുടെ യൂണിറ്റിലേക്ക് വെള്ളം കയറുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അവിടെ ചെന്നതിന് ശേഷം. അപ്പൊ നേരെ നമ്മുടെ സൈഡിലോട്ട്. അപ്പൊ ബയോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളുടെ വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്ഥലം ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. നമ്മളുടെ ജനലിനോട് ചേർന്നാണ് നമുക്കിത് ഫിക്സ് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗത്ത് കണ്ടിട്ടാണ് ഇതിനെ നമുക്ക് വെച്ചിട്ട് ജനലിനോട് ചേർന്ന് നമുക്കിതിനെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രീ ഫിൽറ്റേഴ്സായ അയൺ റിമൂവറും 5 മൈക്രോണിൻ്റെ സെഡിമെൻറ്റ് ഫിൽറ്റർ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്യാം. പിന്നെ ഡീക്ലോറിനേഷൻ ഫിൽറ്റർ ഇതിനെ ഡെയിലി നമുക്ക് ഉൾക്കൊള്ളിക്കേണ്ടതാണ്. പിന്നെ വാട്ടർ ലൈൻ നമുക്ക് റൈറ്റ് സൈഡിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ മേലെ കയറ്റി വെക്കാനുള്ള കാരണം നമ്മൾ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നേരെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ 9 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള RO വാട്ടർ പ്യൂരിഫയറിന്റെ ഇൻസ്റ്റാളേഷൻ ഏകദേശം ഫൈനൽ മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണക്ഷൻ ലൈൻ കൊടുത്ത് നമ്മളുടെ വെള്ളം ഓപ്പൺ ആക്കി. അപ്പോൾ ഇതിപ്പോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മുടെ വാൽവ് വഴി നേരെ ആദ്യത്തെ ഫിൽട്ടറായ പ്രീ ഫിൽറ്ററിലേക്ക് കയറിയിട്ട് അതിൽ 5 മൈക്രോന്റെ സെഡിമെന്റ് ഫിൽറ്ററാണ്. അതിനുശേഷം പിന്നെ അയൺ റിമൂവറിൽ പോകും. അതിനുശേഷം പിന്നെ നമ്മുടെ ക്ലോറിൻ റിമൂവറിൽ, പൈപ്പ് ലൈൻ അയന്റെ പേരിലാണ് ക്ലോറിൻ റിമൂവറും. പിന്നെ അയൺ റിമൂവർ കൊടുക്കാൻ തന്നെ അയണിന്റെ സാന്നിധ്യം നമ്മുടെ വെള്ളത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ 3 പ്രീ ഫിൽറ്റർ സിസ്റ്റം പുറത്ത്. അതിനുശേഷം നമ്മുടെ യൂണിറ്റിലേക്കാണ് അത് എൻട്രി ആവുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ വീണ് തുടങ്ങി, റിജക്റ്റും പോകുന്നുണ്ട് പുറത്തേക്ക്. ഇതിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ബോക്സ് അപ്പ് ചെയ്യാം.
അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ 9 ലിറ്റർ കപ്പാസിറ്റി ഉള്ള നമ്മുടെ 6 വാട്ടർ പ്യൂരിഫയറിന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാം നമ്മൾ ഇവിടെ ഫിനിഷ് ചെയ്തു. വർക്കും അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്തായിരുന്നു. TDS-ഉം pH ഒക്കെ നോക്കിയായിരുന്നു. എക്സലന്റ് ആയിട്ട് തന്നെ റീഡിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കസ്റ്റമറോട് നമുക്ക് ചോദിക്കാം ഇത് എങ്ങനെയാണ്, അവർ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് ആവട്ടെ നമുക്ക് ഒപ്പീനിയൻ എടുക്കാം. അപ്പൊ മാഡം വെള്ളം ഒന്ന് എടുത്തു നോക്കിട്ടെ, ഒന്ന് കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം 2 വാക്ക് നമ്മുടെ പ്രേക്ഷകരോട് കുടിച്ചിട്ട് പഴയ വെള്ളം എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ എങ്ങനെയാണ്, മിനറൽ വാട്ടർ കുടിക്കുന്ന ഒരു ടേസ്റ്റിലേക്ക് പോയി വന്നിട്ടുണ്ട് അത്. ഓക്കെ. അപ്പൊ ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വർക്ക് ചാനലിലൂടെ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.